കാലാവസ്ഥാ വ്യതിയാനം മൂലം മാംഗോസ്റ്റിൻ കൃഷി നടത്തിയവർക്ക് വൻ നഷ്ടം. കാലം തെറ്റിയ കാലാവസ്ഥയിൽ അസഹനീയമായ ചൂടുണ്ടായതാണ് മാംഗോസ്റ്റിൻ മരങ്ങളെ പ്രതികൂലമായി ബാധിച്ചതെന്ന് കർഷകർ. വിൽപ്പന പൂർണ്ണമായും അവസാനിക്കുന്ന ഘട്ടമാണ് ജൂൺ ആദ്യവാരം. പക്ഷേ ബഹുഭൂരിപക്ഷം കൃഷിയിടത്തിലും ഒരു മരത്തിൽ നിന്ന് പോലും മാംഗോസ്റ്റിൻ കിട്ടിയില്ല. നൂറുകണക്കിന് കായ്കൾ വളരുന്ന മരച്ചില്ലകളിൽ ഇത്തവണ വിരലിലെണ്ണാവുന്ന പഴങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവയാകട്ടെ കേടുവന്ന് കൊഴിഞ്ഞു വീഴുകയാണ്. കർഷകർക്ക് ഇത്തവണ മാംഗോസ്റ്റിൻ രുചിച്ചു നോക്കാൻ പോലും ആയില്ല. കാലം തെറ്റിയ കാലാവസ്ഥയിൽ അസഹനീയ ചൂടുണ്ടായതാണ് മാംഗോസ്റ്റിൻ മരങ്ങളെ പ്രതികൂലമായി ബാധിച്ചതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. എനിക്ക് ഒരു 30 പരം മാംഗോസ്റ്റിൻ മരങ്ങളുണ്ട്. ഏകദേശം 15 വർഷത്തോളം പ്രായമായ മരങ്ങളാണ്. പക്ഷേ ഈ വർഷം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനാണ് ഒരു പഴം പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. മരം ഒന്ന് പൂക്കാൻ തുടങ്ങി, പെട്ടെന്ന് ആ പൂക്കൽ നിന്നുപോയി. അതുമാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ആ കായകൾ മുഴുവനും വളർച്ച നിന്നുപോയി, കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. ഒരു പഴം പോലും നമുക്ക് ഈ വർഷം ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. കാലാവസ്ഥാ വ്യതിയാനം ഇനിയും നമുക്ക് തുടരുകയാണെങ്കിൽ മാംഗോസ്റ്റിൻ കൃഷി എന്ന് പറയുന്നത് ചാലക്കുടി പ്രദേശത്ത് ഒരു മെയിൻ കൃഷി രീതിയാണ്. അത് നമുക്ക് നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. ജനുവരിയിൽ മാംഗോസ്റ്റിൻ മരങ്ങൾ പൂവിട്ട് തുടങ്ങും. ഇത്തവണയാകട്ടെ ഫെബ്രുവരിയും കടന്നുപോയി. ഇതിനിടെ അനുഭവപ്പെട്ട കൊടും ചൂടാകട്ടെ കായകളുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും ചെയ്തു. മെയ് അവസാനത്തിൽ തിമിർത്ത മഴ അങ്ങിങ്ങായി തൂങ്ങിക്കിടക്കുന്ന പഴങ്ങൾക്ക് ചീച്ചിലുമുണ്ടാക്കി. വിപണിയിൽ കിലോയ്ക്ക് 250 രൂപയോളം മാംഗോസ്റ്റിന് ലഭിക്കാറുണ്ട്. ഇടനിലക്കാരുണ്ടായാലും ഇതിൻ്റെ പകുതിയെങ്കിലും കർഷകൻ്റെ പോക്കറ്റിലെത്തും. പക്ഷേ ഇക്കുറി എല്ലാം വൃഥാവിലായി. മാംഗോസ്റ്റിൻ കൃഷിയുടെ ഈറ്റില്ലമായ ചാലക്കുടി പരിയാരത്ത് കർഷകർക്കുണ്ടായ നഷ്ടം ചില്ലറയല്ല. വൻ തോട്ടങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് ആളുകൾ ചെറുതും വലുതുമായി മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.